Hello friends, welcome back. നമുക്ക് Adobe Brackets ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ബ്രാക്കറ്റ്സ് ഡൗൺലോഡ് ചെയ്യാൻ ചിലപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. കാരണം ബ്രാക്കറ്റ്സ് അഡോബുകാർ അതിൻ്റെ സപ്പോർട്ട് നിർത്തി. ഇപ്പോൾ ബ്രാക്കറ്റ്സിൻ്റെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് നടന്നില്ല എന്ന് വരും. കണ്ട, നമ്മൾ ഡൗൺലോഡ് കൊടുത്തിട്ടും ഒന്നും വരുന്നില്ല. അതായത് എല്ലാം അത് ആക്റ്റീവ് അല്ല, ഈ ലിങ്ക് ആക്റ്റീവ് അല്ല. അപ്പോൾ നമുക്ക് അത് മാനുവലായിട്ട് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ, അത് ഞാൻ ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. ഈ github.com പോയിട്ട് സ്ലാഷ് ഇട്ടിട്ട്, ഇതിപ്പോൾ ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട്, അഡോബ് പിന്നെ സ്ലാഷ് ബ്രാക്കറ്റ്സ് പിന്നെയും സ്ലാഷ് റിലീസസ്, ഇങ്ങനെ തന്നെ കറക്റ്റായിട്ട് കൊടുക്കണം. github.com അഡോബ് ബ്രാക്കറ്റ്സ് റിലീസസ് സ്ലാഷ് ഇട്ടിട്ട് അഡോബ് ബ്രാക്കറ്റ്സ് റിലീസസ്, ഇങ്ങനെ കറക്റ്റായിട്ട് പാത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റ് ആ പേജിൽ വരും. എന്നിട്ട് ഇവിടെ ഇതാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത്. കാരണം വിൻഡോസിന് വേണ്ടിയുള്ള മൈക്രോസോഫ്റ്റിൻ്റെ ഇൻസ്റ്റാളർ ഇതാണ് ബ്രാക്കറ്റ്സ്, വിൻഡോസിന് വേണ്ടിയുള്ള. അല്ലാത്ത ആളുകൾ മാക്കിന് വേണ്ടിയുള്ളത് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നമ്മളിത് ഡൗൺലോഡ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമല്ല, നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക, അത്ര തന്നെ. പക്ഷേ ഇനി ഉള്ളൊരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഈ ബ്രാക്കറ്റ്സിനകത്ത് നമുക്ക് ചിലപ്പോൾ പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അതായത് ഇപ്പോൾ എക്സ്റ്റൻഷൻ മാനേജർ എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ നമുക്ക് പ്ലഗിൻ വേറെ എക്സ്റ്റൻഷൻസ് ഒന്നും പ്ലഗിൻസ് ഒന്നും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു രീതിയിലാണ് ഇത് പറയുന്നത്. അൺഎബിൾ ടു അക്സസ് ദി എക്സ്റ്റൻഷൻ രജിസ്ട്രി. അപ്പോൾ നമുക്ക് മാനുവലായിട്ട് ചെയ്യേണ്ട വരും. അപ്പോൾ അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും എംഎറ്റ് എന്ന് പറയുന്ന പ്ലഗിൻ വേണം. അതില്ലാതെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. മര്യാദക്ക് അതായത് ഇതിൻ്റെ സപ്പോർട്ടൊന്നും കിട്ടില്ല. ബ്രാക്കറ്റ്സിൻ്റെ ഫുൾ സപ്പോർട്ട്, ബ്രാക്കറ്റ്സിൻ്റെയും ഇതുപോലുള്ള ആപ്ലിക്കേഷൻസിൻ്റെ സപ്പോർട്ട് കിട്ടണമെങ്കിൽ എംഎറ്റ് വേണം. എംഎറ്റ് ഒരു തേർഡ് പാർട്ടി പ്ലഗിനാണ്, എല്ലാ ആളുകളും അത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ആ ഒരു ലിങ്കിലേക്ക് ഇത് പോകുന്നില്ല, ആ ലിങ്കിലേക്ക് കണക്റ്റ് ആവുന്നില്ല. അപ്പോൾ നമുക്ക് മാനുവലി ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ നമ്മളതിന് വേണ്ടി അഡോബ് ബ്രാക്കറ്റ്സിൻ്റെ സൈറ്റിൽ വരിക. ബ്രാക്കറ്റ്സിൻ്റെ സൈറ്റിൽ വന്നിട്ട് നമ്മൾ എക്സ്റ്റൻഷൻസിൽ പോവുക. അപ്പോൾ നമ്മളിവിടെ എംഎറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുക. ഇത് F3 അടിച്ചാൽ മതി, ഫംഗ്ഷൻ 3 അല്ലെങ്കിൽ F3 അടിച്ച് കഴിയുമ്പോൾ നമുക്കിവിടെ സെർച്ച് വരും. അവിടെ എംഎറ്റ് കൊടുക്കുക. എന്നിട്ട് എംഎറ്റ്, ഇതാണ് നമ്മളുടെ എംഎറ്റ് എന്ന് പറയുന്നത്. നമ്മളുടെ വേർഷൻ എപ്പോഴും 1.2.2 അതാണ് നമ്മുടെ വേർഷൻ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ചിലപ്പോൾ നിങ്ങളുടെ ആൻറ്റിവൈറസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവം ചിലപ്പോൾ ബ്ലോക്ക് ചെയ്യും. കാരണം ഇതൊരു എന്താ പറയുക, ക്ലൗഡ് പോലത്തെ എന്തോ സാധനത്തിലാണ് ഇവർ ചെയ്തിരിക്കുന്നത്, ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ചിലപ്പോൾ അത് ബ്ലോക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ആൻറ്റിവൈറസിൻ്റെ പെർമിഷൻ വാങ്ങിച്ചിട്ട് അത് പോയി ഡൗൺലോഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. നമ്മളപ്പോൾ ഇവിടെ നമുക്ക് സെറ്റിങ്സിൽ നോക്കണം. നമ്മൾ ഡൗൺലോഡ്സിൽ നോക്കാൻ നേരത്ത് നമ്മൾ നോക്കുക, വേർഷൻ കറക്റ്റാണെന്ന് നോക്കുക. 1.2.2 ഇപ്പോൾ കറക്റ്റ് വേർഷനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മളിത് ഇവിടെ കൊണ്ടുവന്ന് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യണം. അപ്പം നമ്മളത് ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക, എന്നിട്ട് ഇവിടെ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യുക. അപ്പോൾ ബ്രാക്കറ്റ്സ് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാൾ ചെയ്യും. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ക്ലോസ് ചെയ്യുക. അപ്പോൾ എംഎറ്റ് ഓട്ടോമാറ്റിക്കലി ഇവിടെ ബ്രാക്കറ്റ്സിൻ്റെ ഒരു പാർട്ടായിട്ട് മാറി. ഇനി നമുക്ക് എംഎറ്റ് വെച്ച് നമുക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ എംഎറ്റ് എന്തായാലും വേണം. എംഎറ്റ് ഇല്ലെങ്കിൽ നമുക്ക് മാനുവലായിട്ട് തന്നെ കോഡ് അടിക്കേണ്ടി വരും.
അപ്പോൾ എംമെറ്റ് എന്ന് പറയുന്നത് ഡ്രീം വീവറിൻ്റെ അകത്തുണ്ട്, ആറ്റം, സബ്ലൈം എല്ലാത്തിനകത്ത് എംമെറ്റ് ഉണ്ട്. അപ്പോൾ എംമെറ്റ് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമുക്കിനി നോക്കാം. അപ്പോൾ നമുക്കൊരു പുതിയ പേജ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫയലിൽ പോവുക, ന്യൂ കൊടുക്കുക, എന്നിട്ട് അത് സേവ് ആസ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. ഞാനിവിടെ വെബ് പേജ് എന്ന് കൊടുക്കുന്നു. നിങ്ങൾ എന്ത് പേര് കൊടുത്താലും നിങ്ങൾ .html എന്ന് കൊടുക്കണം. അപ്പോൾ .html എന്ന് ഞാനിവിടെ കൊടുത്തു. ഇനി ഞാൻ സേവ് ചെയ്യാൻ നേരത്ത് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ടെക്സ്റ്റ് എന്ന് കാണാൻ പറ്റും. കാരണം ഇത് ബേസിക്കലി ടെക്സ്റ്റ് എഡിറ്ററായിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ ഇതിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല, കാരണം ഇതിവിടെ ആക്റ്റീവ് ആയത് കാരണം ഇത് വർക്ക് ചെയ്യുന്നില്ല. പക്ഷേ നമ്മളിവിടെ HTML എന്ന് സേവ് ചെയ്യാൻ നേരത്ത് ഇവിടെ ഈ ടെക്സ്റ്റ് മാറിയിട്ട് HTML എന്നുള്ള ഇത് വരും. അപ്പോൾ നമ്മൾ സേവ് കൊടുക്കുക. ഇവിടെ HTML എന്ന് വന്നു. കാരണം ഇവിടെ HTML എന്ന് വരാതെ വേറെ ഏതെങ്കിലും ലാംഗ്വേജ് ആണെങ്കിൽ, കാരണം ഒരുപാട് ലാംഗ്വേജ് ഉണ്ട്, അതാണെങ്കിൽ നമ്മളുടെ ഇത് വർക്ക് ചെയ്യില്ല. അതായത് എംമെറ്റ് ഒന്നും മര്യാദക്ക് വർക്ക് ചെയ്യില്ല. വേറെ ലാംഗ്വേജാണ് കിടക്കുന്നതെങ്കിൽ എംമെറ്റ് വർക്ക് ചെയ്യില്ല. ഇനി എംമെറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, എംമെറ്റിൻ്റെ പ്രധാനപ്പെട്ട കീ എന്ന് പറയുന്നത് എക്സ്പാൻഡ് അബ്രിവേഷൻസ് വിത്ത് ടാബ് കീ. ഈ ടാബ് കീയാണ് എംമെറ്റിൻ്റെ കീ എന്ന് പറയുന്നത്. ഇത് നിങ്ങളുടെ അടുത്ത് നോക്കണമെന്നില്ല, ഞാൻ കാണിച്ചു തന്നു എന്ന് മാത്രം. ഇപ്പോൾ ടാബ് അടിച്ചിട്ടാണ് എംമെറ്റ് നമ്മൾ ഓടിക്കുന്നത്. അപ്പോൾ ഓക്കെ കൊടുക്കുക. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഈ എക്സ്ക്ലമേഷൻ മാർക്ക് ഇട്ടിട്ട് ടാബ് അടിച്ചു കഴിഞ്ഞാൽ HTMLൻ്റെ ഫുൾ കോഡ്, അതായത് ഒരു പേജിന് വേണ്ട ഒരു കോഡ്, അത് എംമെറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ ഇതാണ് എംമെറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോ സംഭവങ്ങളും, അതായത് നമ്മളിപ്പോൾ 3 തവണ എക്സ്ക്ലമേഷൻ മാർക്ക് അടിച്ചിട്ട് നമ്മൾ ടാബ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് .type HTML എന്ന് പറഞ്ഞ് ഉള്ള ലൈൻ കിട്ടും, അല്ലെങ്കിൽ ടാഗ് കിട്ടും. ഇപ്പോൾ ഞാനിതിപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ട് ഈ 3 എക്സ്ക്ലമേഷൻ മാർക്ക് പിന്നെ 4T അല്ലെങ്കിൽ 4S ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് HTML4ൻ്റെ ഒരു .type കിട്ടാൻ പോകുന്നത്. ഇപ്പോൾ ഇത് കണ്ടത്, ഇതിപ്പോൾ കാണിക്കുന്നത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് HTML4 ആണെന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഓരോ HTMLനും, അതായത് HTML പഴയ വേർഷൻ, പുതിയ വേർഷൻ, ഇതിനൊക്കെ പ്രത്യേക .type ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് വേണ്ടത് ലേറ്റസ്റ്റ് HTML, അതായത് HTML5ൻ്റെ .type ആണ്. അപ്പോൾ അതിന് നമ്മൾക്ക് 3 എക്സ്ക്ലമേഷൻ മാർക്ക് അടിച്ചിട്ട് ജസ്റ്റ് ടാബ് അടിച്ചാൽ മതി. അപ്പോൾ .type HTML, അതായത് അത് ബ്രൗസറിനോട് പറയുന്നു ഇത് HTML5 ആണ്. ഈ രണ്ടാമത്തെ ടാഗ് എന്ന് പറഞ്ഞാൽ, അതായത് ഈ മാർക്കപ്പ് ലാംഗ്വേജസിനെല്ലാം തന്നെ അത് XML ആണെങ്കിലും എന്താണെങ്കിലും അതിനൊരു റൂട്ട് എലമെൻ്റ് ഉണ്ടാവും. XML ആണെങ്കിൽ റൂട്ട് എലമെൻ്റ് XML ആണ്, HTML ആണെങ്കിൽ റൂട്ട് എലമെൻ്റ് HTML ആണ്. അപ്പോൾ അതാണ് അടുത്ത ബേസിക് ടാഗ് HTML. എന്നിട്ട് നമ്മൾ ടാബ് അടിക്കുക, HTML കിട്ടി. അപ്പോൾ ഇതിൻ്റെ അകത്ത്, അതായത് ഈ പറയുന്ന റൂട്ട് എലമെൻറ്റ് HTMLൻ്റെ അകത്താണ് ബാക്കിയുള്ള എല്ലാ ടാഗുകളും എല്ലാ എലമെൻറ്റുകളും വരുന്നത്. അതുകൊണ്ടാണ് അതിനെ റൂട്ട് എന്ന് പറയുന്നത്. ഇനി വരാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ടാഗ് എന്ന് പറയുന്ന ഹെഡാണത്. കാരണം W3 ഗ്രൂപ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു വെബ് പേജ് ആയിക്കഴിഞ്ഞാൽ HTML ഡോക്യുമെൻ്റ് ആണെങ്കിൽ HTML ഡോക്യുമെൻറ്റിന് ഹെഡ് വേണമെന്നുള്ളത്. അപ്പോൾ ഹെഡ് കൊടുക്കുക. അപ്പോൾ ഈ ഹെഡിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വരാൻ പോകുന്നത്? ഹെഡിൻ്റെ അകത്ത് എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് എന്ന് പറയുമ്പോൾ CSS അത് ലിങ്ക് ചെയ്ത് കൊടുക്കാം. CSS ലിങ്ക് ചെയ്ത് കൊടുക്കാം, CSS സ്റ്റൈൽ ടാഗ് യൂസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ CSS കൊടുക്കാൻ പറ്റും. പിന്നെ ജാവ സ്ക്രിപ്റ്റ് അത് നമുക്ക് ലിങ്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ മെറ്റാ ടാഗുകൾ, ഈ മെറ്റാ ടാഗ് എന്ന് പറയുന്നത് SEO അല്ലെങ്കിൽ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ചെയ്യാൻ നേരത്ത് നമുക്ക് വേണ്ട ടാഗാണ്. അല്ലാതെയും കുറേ മെറ്റാ ടാഗുകളുണ്ട്, ഒരു 60ഓളം മെറ്റാ ടാഗ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഹെഡിൻ്റെ അകത്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ബേസിക്കലി ഹെഡിൻ്റെ അകത്ത് വരാൻ പോകുന്ന വേറൊരു ടാഗാണ് ടൈറ്റിൽ ടാഗ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ടൈറ്റിൽ ടാഗ് എന്ന് പറയുന്നത് നമ്മളുടെ വെബ് പേജിൻ്റെ ടൈറ്റിൽ. അതിപ്പോൾ നമ്മളിപ്പോൾ മൈ വെബ് എന്ന് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ
നമുക്കിത് ലൈവ് പ്രിവ്യൂവിൽ ഓടിച്ച് നോക്കാം. ഇവിടെ ലൈവ് പ്രിവ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഷോർട്ട് കട്ട് യൂസ് ചെയ്യാം. ഇതെന്ന് പറഞ്ഞാൽ നമ്മളത് സേവ് ചെയ്യണം. അതായത് ഇപ്പോൾ ടൈറ്റിൽ ഞാൻ മൈ വെബ് എന്ന് കൊടുത്തു, അത് കഴിഞ്ഞിട്ട് ഞാൻ സേവ് ചെയ്യണം. സേവ് ചെയ്തിട്ട് ഞാൻ ലൈവ് പ്രിവ്യൂവിൽ കണ്ടു നോക്കണം. അപ്പോൾ നമുക്ക് കാണാം ടൈറ്റിൽ മൈ വെബ് എന്ന് ഇവിടെ വന്നിട്ടുണ്ട്. കാരണം ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് കൊടുക്കുന്നത് അത് ബ്രൗസറിൻ്റെ പൊക്കത്ത് കാണിക്കും. അപ്പോൾ നമ്മൾ ടൈറ്റിൽ മൈ വെബ് കൊടുത്തു, മൈ വെബ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ടൈറ്റിൽ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഫേവിക്കോൺ, അതായത് ചില സൈറ്റുകളിൽ ഇപ്പോൾ ഇവിടെ ഈ പറയുന്ന സിമ്പിളിന് പകരം അവരുടെ ഇപ്പോൾ യൂട്യൂബ് ആണെങ്കിൽ യൂട്യൂബിൻ്റെ ചെറിയ റെഡ് കളറിൽ ആ ഒരു പ്ലേ ബട്ടൺ കാണില്ലേ, അതൊക്കെ നമുക്ക് ഹെഡിൻ്റെ അകത്ത് കൊടുക്കാൻ സാധിക്കും. ഹെഡിൻ്റെ അകത്ത് ഫേവിക്കോൺ എന്ന് പറയുന്ന ഒരു സാധനമായിട്ട് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇനി ഹെഡ് കഴിഞ്ഞാൽ ഇനിയുള്ള പ്രധാനപ്പെട്ട ടാഗാണ് ബോഡി ടാഗ് എന്ന് പറയുന്നത്. അതായത് ബ്രൗസറിൻ്റെ അകത്ത് കാണേണ്ട സംഗതികളെല്ലാം, അത് ബ്രൗസറിൻ്റെ അകത്ത് നമ്മൾ കാണിക്കേണ്ട, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത്, ടെക്സ്റ്റ് ഉണ്ട്, വീഡിയോസ് ഉണ്ടായിരിക്കാം, ഫോട്ടോസ് ഉണ്ടായിരിക്കാം, അതെന്താണെങ്കിലും ബോഡി ടാഗിൻ്റെ അകത്ത് കൊടുക്കണം എന്നാണ് W3 ഗ്രൂപ്പ് പറയുന്നത്. അപ്പോൾ നമ്മൾക്കൊരു പാരഗ്രാഫ് നമുക്ക് കൊടുത്തു നോക്കാം. P, എന്നിട്ട് അതിനകത്ത് നമുക്കൊരു സാമ്പിൾ പാരഗ്രാഫ്. ഇപ്പം നമുക്കിവിടെ ലോറം എന്ന് എഴുതിയിട്ട് ടാബ് അടിച്ചു കഴിഞ്ഞാൽ ആ ലോറം ഇപ്സം എന്ന് പറയുന്ന ആ ഒരു സാമ്പിൾ പാരഗ്രാഫ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ സേവ് ചെയ്യുക, Ctrl+S അടിച്ച് സേവ് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് സേവ് കൊടുക്കുക, എന്നിട്ട് ലൈവ് പ്രിവ്യൂവിൽ കണ്ടു നോക്കുക. ഉണ്ടാകും, ഇത് ആ പാരഗ്രാഫ് ഇപ്പോൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ബേസിക് HTML പേജ് ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം ഉണ്ട് അതിനകത്ത്. HTML ഉണ്ട്, ഹെഡ് ഉണ്ട്, ടൈറ്റിൽ ഉണ്ട്, ബോഡി ടാഗ് ഉണ്ട്. ബോഡിയുടെ അകത്ത് ബ്രൗസറിൽ കാണിക്കേണ്ട സംഗതികൾ അതുമുണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.